നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജി. ഡിക്സൺ ടെക്നോളജി കഴിഞ്ഞ ദിവസം 0.5% ഉയർന്ന് 6258 ക്ലോസിംഗ് നൽകി. 37,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 104.30. ഡിവിഡൻഡ് ഈൽഡ് 0.04%. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 6765, 52 വീക്ക് ലോ 2581. ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് 135% റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് ഡിക്സൺ ടെക്നോളജി. ഡിക്സൺ ടെക്നോളജി പ്രധാനമായും മൊബൈൽ പോലുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകളുടെ കോൺട്രാക്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ കോൺട്രാക്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനി റെഫ്രിജറേറ്റർ മാനുഫാക്ചറിങ്ങിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഡിക്സൺ ടെക്നോളജിയുടെ സബ്സിഡറി കമ്പനിയായ ഡിക്സൺ ഇലക്ട്രോ മാനുഫാക്ചറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് റെഫ്രിജറേറ്ററുകളുടെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചത്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ്. പ്രത്യേകിച്ചും സമ്മർ സീസൺ വരുന്നതിന് മുന്നോടിയായി കമ്പനി റെഫ്രിജറേറ്ററുകളുടെ പ്രൊഡക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. കമ്പനിയുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ പരിശോധിച്ചാൽ വാഷിംഗ് മെഷീൻ പോലുള്ള ഹോം അപ്ലയൻസ്, LED TV, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ, CCTV എന്നിവ മാനുഫാക്ചർ ചെയ്യുന്ന, പ്രത്യേകിച്ചും കോൺട്രാക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഡിക്സൺ ടെക്നോളജി. ആത്മനിർഭർ ഭാരത് പോലുള്ള സ്കീമുകളുടെയും PLA സ്കീമുകളുടെയും ഒരു പ്രധാന ഗുണഭോക്താവ് കൂടിയാണ് ഡിക്സൺ ടെക്നോളജി. 37,550 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ROE 22.5, ROCE 24.2, വാല്യുവേഷൻ 107, 52 വീക്ക് ഹൈ 6765, സ്റ്റോക്ക് 6258 ട്രേഡ് ചെയ്യുന്നു. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് മുകളിൽ കടബാധ്യത തീരെയില്ല. അതുപോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇയർ ഓൺ ഇയറിൽ മികച്ച പെർഫോമൻസ് കമ്പനി കാഴ്ചവെക്കുകയും ചെയ്തു. 2,405 കോടിയിൽ നിന്നും സെയിൽസ് 4,818 കോടിയിലേക്ക് കമ്പനി ഉയർത്തി. ഓപ്പറേറ്റിംഗ് മാർജിൻ 4%-അടുത്തായിട്ടാണ്. നെറ്റ് പ്രോഫിറ്റ് 52 കോടിയിൽ നിന്നും ഇയർ ഓൺ ഇയറിൽ 97 കോടിയിലേക്ക് കമ്പനി മെച്ചപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ സെയിൽസ് 4,943 നിന്നും 4,818 ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 113 നിന്നും 97 ഇടിയുകയും ചെയ്തു. സാധാരണ ഫെസ്റ്റിവൽ സീസണുകളിൽ ഉയർന്ന രീതിയിലുള്ള സെയിൽസ് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഡിക്സൺ ടെക്നോളജി. ഡിക്സൺ ടെക്നോളജിയുടെ 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 40%, പ്രോഫിറ്റ് ഗ്രോത്ത് 29%, ROE 23%-അടുത്തുമാണ്. 1,439 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 273 കോടി രൂപയുടെ കടം മാത്രമേ ഉള്ളൂ. ഈ കമ്പനിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് റീസെൻ്റ്ലി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുകയും ചെയ്തു. 15.6% നിന്നും FIS സ്റ്റേക്ക് ഹോൾഡിംഗ് 17.4% ഉയർത്തി. പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 33.63%, DASന് 26.3%, പബ്ലിക്കിന് 22.5%-അടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. 6,750 നിന്നും സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നപ്പോൾ സ്റ്റോക്ക് 5,800 വരെ ഇടിഞ്ഞിരുന്നു. അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു ബൈയിങ് മൊമെൻറ്റം വരികയും സ്റ്റോക്ക് 6,275 ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 6,500 സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 6,500 ക്രോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 6,750 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 5,800, 5,750 തുടങ്ങിയ റേഞ്ചുകളാണ് ഡിക്സൺ ടെക്നോളജിയെ അക്കുമുലേറ്റ് ചെയ്യാൻ പറ്റിയ മികച്ച റേഞ്ച്. രണ്ടാമത്തെ സ്റ്റോക്ക് ഡിവിസ് ലാബാണ്. ഡിവിസ് ലാബ് കഴിഞ്ഞ ദിവസം 0.8% ഇടിഞ്ഞ് 3,685 ക്ലോസിംഗ് നൽകി. 96,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 72.86, ഡിവിഡൻഡ് ഈൽഡ് 0.82%. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 4,074, 52 വീക്ക് ലോ 2,730. കഴിഞ്ഞ 6 മാസം കൊണ്ട് ഫ്ലാറ്റ് റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് ഡിവിസ് ലാബ്. അതേസമയം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 31%-അടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു. ഡിവിസ് ലാബിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 17% ഉയരുകയും റവന്യൂ 8%-ഓളം ഉയരുകയും ചെയ്തു. 306 കോടിയിൽ നിന്നും ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 388 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. അതുപോലെ തന്നെ റവന്യൂ 1,708 കോടിയിൽ നിന്നും 1,885 കോടിയിലേക്ക് കമ്പനിക്ക് മെച്ചപ്പെടുത്താനും സാധിച്ചു.
അതേസമയം മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടായിരുന്നു ഡിവിസ് ലാബ് പുറത്തുവിട്ടത്. 444 കോടി രൂപയുടെ പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 358 കോടി രൂപയുടെ പ്രോഫിറ്റേ കമ്പനിക്ക് നേടാൻ സാധിച്ചുള്ളൂ. 2083 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 1855 കോടി രൂപയുടെ റവന്യൂ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 620 കോടി രൂപയുടെ എബിറ്റ പ്രതീക്ഷിച്ചെടുത്ത് 489 കോടി രൂപയുടെ എബിറ്റയും 29.8% പ്രോഫിറ്റ് മാർജിൻ പ്രതീക്ഷിച്ചെടുത്ത് 26.4%-നടുത്തുള്ള പ്രോഫിറ്റ് മാർജിൻ കമ്പനി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കമ്പനിയുടെ എബിറ്റ ഇയർ ഓൺ ഇയറിൽ 19.6% വർദ്ധിച്ച് 480 കോടിയിൽ നിന്നും 479 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മാർജിൻ 24%-ൽ നിന്നും 26.4%-ലേക്ക് കമ്പനി മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു എന്നുള്ളത് ഒരു പ്രധാന ഫാക്റ്റ് തന്നെയാണ്. അതേസമയം ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനി അതിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 2022 ഡിസംബർ ക്വാർട്ടറിൽ 306 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു. 306-ൽ നിന്നും പ്രോഫിറ്റ് 388-ലേക്ക് ഉയർത്തി. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ 348-ൽ നിന്നും പ്രോഫിറ്റ് 388-ലേക്ക് കമ്പനി മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 25%-ൽ നിന്നും ഓപ്പറേറ്റിംഗ് മാർജിൻ 26%-ലേക്ക് ഉയർത്തി. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 13%, പ്രോഫിറ്റ് ഗ്രോത്ത് 11%, ROE 22%-നടുത്ത്. 12,000 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ കടബാധ്യത തീരെയില്ല. പ്രൊമോട്ടേഴ്സിന് 51.92% സ്റ്റേക്ക് ഹോൾഡിങ്ങും FISന് 14.8%, DISന് 21.7%, പബ്ലിക്കിന് 11.3%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ്. FISും DISും സ്റ്റോക്കിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നത് ഒരു പോസിറ്റീവ് ഫാക്റ്റാണ്. ഒരു സമയത്ത് 5,500 രൂപ വരെ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് 2,800 വരെ ഇടിയുകയും അതിനുശേഷം സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരികയും ചെയ്തു. സ്റ്റോക്ക് ഇപ്പോൾ 3,680-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 3,680 സ്റ്റോക്കിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ്. ഇവിടെ നിന്നും 4,000, 4,500 തുടങ്ങിയ റെസിസ്റ്റൻസ് ആണ് കാണുന്നത്. ഡൗൺ സൈഡിൽ 3,250, 3,000 തുടങ്ങിയ സപ്പോർട്ടാണ് ഡിവിസ് ലാബിനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്